ഹായ്, എൻ്റെ പേര് പ്രവീണ. ഞാൻ ഒരു 3-4 വർഷമായിട്ട്, 3-4 അല്ല 4-5 വർഷം കൊണ്ട് ഞാൻ IFFKയിൽ ഞാൻ വരുന്നുണ്ട്. ആം, നമുക്ക് ഈ IFFKയിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത് വേൾഡ് വൈഡായിട്ടുള്ള സിനിമകൾ കാണുമ്പോൾ നമുക്ക് അവരുടെ രീതികൾ, അവരുടെ നാട്, അവരുടെ കൾച്ചറ്, അവരുടെ ജീവിത ശൈലികൾ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിപ്പോൾ അവിടെ പോയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ സിനിമയിൽ കൂടെ ശരിക്കും ഓരോ നാടും ഞാൻ വിസിറ്റ് ചെയ്യുന്ന പോലെയാണ് ഞാൻ കാണുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എത്ര സിനിമ കണ്ടു ഇവിടെ? ഇപ്രാവശ്യം ഞാൻ മൂവി കണ്ടത് കുറവാണ്. കാര്യം ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ വന്നല്ലോ. ചില പാലസ്തീൻസ് മൂവീസൊക്കെ അവർ റിജക്റ്റ് ചെയ്തു. വിഷമമുണ്ട് കേൾക്കുമ്പോൾ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ദൂരം നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് അത് കേൾക്കുമ്പം, നമ്മളിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ആ സിനിമ ഇല്ലയെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാം. അവരിത്രയും ദൂരെ നിന്ന് വന്നിട്ട് അവർ കാണാൻ കൊതിച്ച സിനിമകൾ നിങ്ങൾ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കുണ്ടാവുന്ന ഒരു വിഷമവും നമുക്കുണ്ടായ വിഷമത്തിനേക്കാളും കൂടുതൽ തന്നെയായിരിക്കും അത്. എന്തായാലും ഇപ്പം ഞാനൊരു മൂവി കണ്ടു ഇറങ്ങി. നല്ല മൂവി, ജർമ്മനി മൂവിയായിരുന്നു അത്. ഒരു കൊച്ചുകുട്ടിയുടെ 12 വയസ്സുള്ള കുട്ടിയുടെ, ആ കുട്ടിയുടെ മാക്സിമം അഭിനയം, ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു ആ അഭിനയം കണ്ടിട്ട്. അതാണ് ഇന്നത്തേക്ക് പറയാനുള്ളത്. നാളെ ഒടുക്കം അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു വർഷത്തെ കാത്തിരിപ്പ്. തീർച്ചയായിട്ടും വീണ്ടും അടുത്ത ഒരു വർഷത്തേക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഇപ്രാവശ്യം കുറച്ച് കുറവുകളൊക്കെ ഉള്ളത് അടുത്ത വർഷം അതൊക്കെ നികത്തും എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി ഞാൻ പ്രവീണയുടെ കൂടെയാണ് സിനിമ കാണാനൊക്കെ വന്നത്. അപ്പോൾ ഞാൻ ആകെ 3 മൂവീസ് കണ്ടു. അടിപൊളിയായിരുന്നു. ഇന്നലെയല്ല, മിനിഞ്ഞാന്നൊരു പാലസ്തീൻ മൂവി കണ്ടു. പേരോർക്കുന്നില്ല, പക്ഷെ അത് നല്ല മൂവിയായിരുന്നു. ഇനി പറഞ്ഞ പോലെ ഈ ജർമ്മൻ മൂവി ടച്ചിങ് ആണ്. ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. അടിപൊളി അഭിനയം ആ പയ്യൻ, അമ്രം അതാണെന്ന് തോന്നുന്ന ഫിലിമിൻ്റെ പേര്. അപ്പോൾ ഞാൻ ആക്ച്വലി NRI ആണ്. അടുത്ത വർഷവും ഇതിനു വേണ്ടി വരണം എന്ന് വിചാരിക്കുന്നു. അടിപൊളി. അപ്പോൾ ഒരു മിസ്സിങ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും നാളെ തീരുമെന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമം. കുറേ കൂട്ടുകാരെ കിട്ടി, കുറേ പേരെ, പുതിയ ആൾക്കാരെ കണ്ടു, കുറേ ഫിലിം സ്റ്റാർസിനെ കണ്ടു. അങ്ങനെ കുറച്ച് ഏകദേശം നമ്മൾ ഈ കോളേജ് ലൈഫ് തിരിച്ചു കിട്ടിയ ഓരോരനുഭവം.